അപ്പോൾ ഒരു ഡിസെൻഗേജ്ഡ് ടീനേജർ ആയി കഴിയുമ്പം ആള് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നതാണ് സാധാരണ കാണുക അല്ലെ. മെയിനായിട്ട് മിണ്ടാണ്ടിരിക്കുക, സൈലന്റ് ആയി പോകുന്നത്, പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫാമിലിന്റെ അടുത്ത് നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്, ഈ രീതിയിൽ ശരിക്കും അതൊരു അവർക്കൊരു താല്പര്യമില്ലായ്മ പോലെയാണ്. അതെ അതെ, താല്പര്യമില്ലാതെ ഇതുവരെ എൻജോയ് ചെയ്തിരുന്ന പല ആക്ടിവിറ്റീസും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം മൊബൈൽ യൂസിൽ താല്പര്യക്കുറവുണ്ടാവും. ഫുട്ബോൾ കളിച്ചിരുന്ന ആളാണെങ്കിൽ അതിൽ താല്പര്യക്കുറവ് വരും. കുട്ടികൾക്ക് ആക്ടിവിറ്റീസിലേക്കൊക്കെ ഒന്നില്ല. ഭക്ഷണം നന്നായി കഴിച്ചിരുന്ന ആൾ ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യമില്ലായ്മ വരും. അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ പാരന്റ്സ് എന്തായിരിക്കും അതിനെ കുറിച്ച് പറയാ, ആള് മടി പിടിച്ച് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം പഠിക്കാൻ, സ്കൂളിൽ പോകാനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ സെൽഫ് കെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഗസ്റ്റ് വന്നാൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ. ഇതാണ് ഡിസെൻഗേജ് ടീനേജറിനെ പുറമെ കാണുന്ന ഒരു ട്രേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. അതേ സമയത്ത് ആ കുട്ടീൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യണത്, ഉള്ളിൽ തന്നെ മൊത്തത്തിൽ എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ്, എന്ന് വെച്ചാൽ ഒരു ഇമോഷൻസും ഉള്ളിൽ തോന്നാത്തൊരവസ്ഥ ഒരു ടീനേജറിന് വരുമ്പോൾ, ഒരു ഇമോഷൻസും തോന്നണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ച് പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പൊ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എല്ലാവരും കൂടി പോയി. പക്ഷെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴും കണ്ടു കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് അടിക്കുമ്പോഴും ഒക്കെ ഒരേ ഫീലിംഗിൽ ആണ് ടീനേജറിന്റെ ഉള്ളിലുണ്ടാവുക. എക്സൈറ്റ്മെന്റ് ഉണ്ടാവണില്ല. പിന്നെ വേറെ ഫീലിങ്സ് ഉണ്ടല്ലോ, എക്സൈറ്റ്മെന്റ് ആണല്ലോ, അതിപ്പോ റൊമാൻറ്റിക് ആയിട്ടൊരു സംഭവം കാണുന്നതാണ് ടി വിയിലെന്നുണ്ടെങ്കിൽ ആ ഫീലിംഗ് വരുന്നില്ല. ഫുഡ് നന്നായി കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഫീലിംഗ്, ആ ഫീലിംഗ് ഇല്ല. ടീനേജറിന്റെ കേസിൽ ടീനേജറിന്റെ ഉള്ളിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി നേരെ മറിച്ച് ഒരു പാരന്റ് ആണ് ഈ ടീനേജറിന്റെ കൂടെ ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാരന്റിന് എന്തായിരിക്കും തോന്നുന്നുണ്ടാവുക, ഈ കുട്ടി ഭയങ്കരമായിട്ടൊരു മോശപ്പെട്ട സ്വഭാവം കാണിക്കുന്ന രീതിയിൽ അവർ പറയുന്നുണ്ടാവുക. കുട്ടി എന്താണ് ഈ മാറിപ്പോയി നിൽക്കുന്നത് എന്നുള്ള രൂപത്തിൽ എപ്പോഴും ബ്ലെയിം ചെയ്യുക എന്നുള്ള രീതിക്കാണ് പാരന്റ് അതിനെ കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഒന്നെങ്കിൽ അവരെ ഉപദേശിക്കാൻ നോക്കും, ഇനി അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും, ഇനി എന്നെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ മേൽക്കത് ഇട്ട് കൊടുക്കും. ആ രീതിയിലാണ് ഇതിനെ കൂടുതലും ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത്.